നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരും അത് ലംഘിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പാദരക്ഷകൾ പുറത്ത് വയ്ക്കുക എന്നൊരു ബോർഡ് കാണുമല്ലേ. അപ്പം തന്നെ നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആവുന്നൊരു കാര്യം, അതെന്താ പിട്ടാൽ, ഓ പിന്നെ ഇവിടെ അത്ര വൃത്തിയുള്ള സ്ഥലമല്ലേ നമ്മുടെ ചെരുപ്പ് വെച്ച് വയ്ക്കാൻ, ഓ എൻ്റെ കാലിൽ ചെളിയാക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പല കമൻറ്റുകൾ നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ വരും. എങ്ങനെ ചെരുപ്പഴിക്കാൻ പറ്റാതെ നോക്കാം എന്നായിരിക്കും നമ്മളപ്പോൾ ചിന്തിക്കുന്നത്. ഇത് നമുക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടാണോ അതോ വിവരമില്ലായ്മ കൂടിപ്പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അങ്ങനെയാണ്. എവിടെ എന്തൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് നമുക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. എന്താ പറയുക, ചെറുപ്പത്തിലേ നല്ല നമ്മൾ ശീലിക്കുന്നതാണ്. നമ്മൾ പറയുന്നുണ്ടല്ലേ, ഓ ഇവളോട് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സ്വഭാവമാണെന്ന് പറയുന്നില്ലേ. അത് തന്നെയാണ് തോന്നുന്നു പിന്നെ വലുതാവുമ്പോൾ കൂടിക്കൂടി വരുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണം. നമ്മുടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുന്ന ആ സമീപനം മാറണം എന്ന് പറയാം. അതായത് ഇപ്പോൾ പറയാറുണ്ട് ഇന്നത്തെ തലമുറ മുഴുവൻ അയ്യോ ഒട്ടും എല്ലാം തലതിരിഞ്ഞ സ്വഭാവമാണെന്ന്. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായൊന്ന് ചിന്തിച്ച് നോക്കൂ, ഇന്നത്തെ തലമുറ മാത്രമാണോ ഇങ്ങനെ തലതിരിഞ്ഞ സ്വഭാവം കാണിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങളുടെ ഒക്കെ കാലത്തും ഇന്നും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി വരി നിൽക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഭയങ്കര ഭക്തിയോടെ ആയിരിക്കും ആ അമ്പലത്തിൽ പോകുന്നത്. പക്ഷെ വരി നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വരി നിൽക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് മെല്ലെ ഓ എങ്ങാനും ഇടയിൽ കയറിയാൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ സൈഡിൽ കൂടെ പോയി നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന ഒരു വരിയിലാണ് നിൽക്കുന്നത് വിചാരിക്കുക, ഓ ഒന്ന് നേരത്തെ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അയ്യോ എനിക്ക് ഭയങ്കര എമർജൻസിയാണ് ഒന്ന് കടത്തി വിടുമോ. ഇങ്ങനെ ചോദിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, കള്ളം പറഞ്ഞിട്ട് കേട്ടോ, ആത്മാർത്ഥമായിട്ടല്ല. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒന്ന് ആ പറയുന്നതിൽ ഇപ്പോൾ എന്താ ഇത്രയും പേര് വരി നിൽക്കുന്നത്, ഞാൻ സൈഡിൽ കൂടെ ഒന്ന് ചെയ്തോട്ടെ എന്ന് പറയുന്ന നിയമലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒരു വിദേശത്തോ മറ്റോ പോയി എന്ന് വിചാരിക്കുക, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നമ്മൾ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ അവിടുത്തെ റൂൾസ് എന്താണോ അത്, ഇവിടെ തുപ്പരുത്, ഇവിടെ ഇടരുത്, പ്ലാസ്റ്റിക് ഇതിലിടും, വേസ്റ്റ് മറ്റേ പേപ്പർ ഇതിലിടും, എല്ലാം നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യും. കാരണം എന്താണെന്നറിയോ, നമുക്ക് നമ്മളുടെ നാടിനെക്കുറിച്ചുള്ള ആ നാട്ടിലെ വ്യവസ്ഥതയെക്കുറിച്ചുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഇന്നതൊക്കെ സംഭവിക്കുള്ളൂ എന്ന് നമുക്കറിയാം. നമുക്കിപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരുണ്ട് അല്ലേ. മിക്ക വീടുകളിലും നമ്മൾ തന്നെ കണ്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്, ആത്മാർത്ഥമായിട്ട് പ്ലാസ്റ്റിക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് 50% താഴെയാണ് ഈ പ്ലാസ്റ്റിക് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഓ അതിലൊന്നും വലിയ കാര്യമില്ല, എപ്പോഴെങ്കിലും കൊടുത്താൽ മതി, എന്തിനിപ്പോൾ 50 രൂപ കൊടുത്ത് അങ്ങോട്ട് പ്ലാസ്റ്റിക് കൊടുക്കേണ്ട കാര്യം എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗത്തിൽ കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഇതേ സമയം നമ്മൾ മറിച്ചൊരു വിദേശ രാജ്യത്ത് താമസിക്കുന്ന വ്യക്തിയാണെങ്കിലും ഓ പറ്റില്ല, അവിടെ ഭയങ്കര ക്ലീൻനെസ് കൂടുതലാണ് കേട്ടോ, അവിടെ എന്താ പറയുക അങ്ങനെയുള്ള വേസ്റ്റും ഒക്കെ ഭയങ്കര പ്രോപ്പറായിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഫൈൻ കൊടുക്കേണ്ടി വരുമെന്നേ. അതാണ് അപ്പോൾ കാര്യം. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ളൊരു സംവിധാനമില്ല, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ആയി പോകുന്നത് അല്ലേ. ശരിയല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്